ആരോഗ്യരംഗവും വിദ്യാഭ്യാസ രംഗവും തകർച്ചയിലാണ്. നമ്മൾ പറഞ്ഞു ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ് എന്നാണ് കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ അഭിപ്രായം. അത് ഇന്ന് കേരളത്തിലെ എല്ലാവരും സമ്മതിക്കുന്നൊരു കാര്യമാണ്. ആരോഗ്യ കേരളം വെന്റിലേറ്ററിലായിരിക്കും. നമ്മൾ അഭിമാനത്തോടെ ഉയർത്തിപ്പിടിച്ചിരുന്ന ഒരു രംഗമാണ് ആരോഗ്യരംഗം. കേരളത്തിലെ മെഡിക്കൽ കോളേജ് ആശുപത്രികൾ, കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ എല്ലായിടത്തും പരിതാപകരമായ അവസ്ഥയിലേക്ക് പോവുകയാണ്. PR ഏജൻസികളെ വെച്ചുകൊണ്ടുള്ള പ്രൊപ്പഗാൻഡകൾക്കപ്പുറം ഈ രംഗത്തൊന്നും നടക്കുന്നില്ല. ആശുപത്രികളിൽ മരുന്നില്ല, സർജിക്കൽ എക്യുപ്മെന്റ്സ് ഇല്ല, ആവശ്യത്തിന് സ്റ്റാഫില്ല. പരിതാപകരമായ അവസ്ഥ മുഴുവൻ ആശുപത്രികളിലും നിലനിൽക്കുന്നു. അതേ അവസരത്തിൽ നമുക്കറിയാം, ആശുപത്രിയിൽ ഒരു സർജറിക്ക് മെഡിക്കൽ കോളേജിൽ പോകണമെങ്കിൽ സർജിക്കൽ എക്യുപ്മെന്റ്സും നൂലും തുന്നിക്കെട്ടാനുള്ള സൂചിയും വരെ മേടിച്ചുകൊണ്ട് വേണം പോകാമെന്നുള്ള സ്ഥിതിയിലേക്ക് കേരളമുണ്ട്. നമ്മൾ കേരളത്തിലെ ആരോഗ്യരംഗത്തെ വെന്റിലേറ്ററിലാക്കിയ പിണറായി സർക്കാരിനെതിരായി അതിശക്തമായ പ്രചരണം നടത്തുമ്പോൾ നമ്മുടെ നേരെ ഒരു ചോദ്യമുണ്ട്. എന്താണ് നിങ്ങൾക്കുള്ള ഓൾട്ടർനേറ്റീവ്? അതാണ് നമ്മൾ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായി പബ്ലിക് ഹെൽത്ത് എക്സ്പെർട്ടുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഹെൽത്ത് കമ്മീഷൻ UDFന്റെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ടു. ആ ഹെൽത്ത് കമ്മീഷന്റെ വിപുലമായ യോഗം, കേരളത്തിലെ പ്രശസ്തരായ ഡോക്ടർമാരുടെ ഒരു യോഗം തിരുവനന്തപുരത്ത് നടന്നു. ഓഗസ്റ്റ് 3-ാം വാരം തിരുവനന്തപുരത്ത് വലിയൊരു ഹെൽത്ത് കോൺക്ലേവ് നടക്കുകയാണ്. ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ശ്രദ്ധേയരായ UN വിദഗ്ധരടക്കം പങ്കെടുക്കുന്ന ആ ഹെൽത്ത് കോൺക്ലേവ് കേരളത്തിലെ ആരോഗ്യരംഗം നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഗൗരവതരമായി ചർച്ച ചെയ്യുകയും നമുക്കതിനൊരു ഓൾട്ടർനേറ്റീവ് എന്താണ് UDFന്, കേരളത്തിലെ പ്രതിപക്ഷത്തിന് കൊടുക്കാനുള്ളത്? ആരോഗ്യ കേരളത്തെ വെന്റിലേറ്ററിൽ നിന്ന് മോചിപ്പിച്ച് അതിനെ പൂർണ്ണ തേജസ്സും ആരോഗ്യവുമുള്ള ഒന്നാക്കി മാറ്റും. നമ്മൾ വിമർശിക്കുക മാത്രമല്ല ചെയ്യുന്നത്, പരിഹാരം കൂടി നമ്മൾ നിർദ്ദേശിക്കുക. അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ രംഗവും ഒരുപാട് പ്രതിസന്ധികളെ നേരിടുകയാണ്. വിദ്യാഭ്യാസ രംഗത്ത് നടക്കുന്ന ഏകീകരണം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഉന്നത വിദ്യാഭ്യാസ രംഗം നിങ്ങൾക്കറിയാം, കേരളത്തിലെ 13 സർവകലാശാലകളിൽ 12 യൂണിവേഴ്സിറ്റികളിൽ സ്ഥിരം വൈസ് ചാൻസലർമാരില്ല. തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റിയിൽ എത്ര രജിസ്ട്രാർ ഉണ്ട് എന്ന് ചോദിച്ചാൽ വൈസ് ചാൻസലർക്ക് പോലും അറിയില്ല എത്ര രജിസ്ട്രാർ ഉണ്ട്. ഇവർ രാജ്ഭവനും ഗവൺമെന്റും നടക്കുന്ന സമരം, സത്യത്തിൽ കേരളത്തിൽ ഒരു ആരോഗ്യ സമരം നടന്നപ്പോൾ അതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയിട്ടാണ് SFIക്കാരെ കൊണ്ട് ചുടിയോട് വാങ്ങിച്ച് ഈ സമരം അവർ നടത്തിയത്. ഗവർണർക്കെതിരായി സമരം നടത്താൻ എന്തിനാണ് യൂണിവേഴ്സിറ്റി ആക്രമിക്കുന്നത്? യൂണിവേഴ്സിറ്റിയിലെ ജീവനക്കാരെ ആക്രമിക്കുന്നത് എന്തിനാണ്? യൂണിവേഴ്സിറ്റിയിൽ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ വന്ന കുട്ടികളെ ആക്രമിക്കുന്നത്? അപ്പൊ വഴി തിരിച്ചു വിടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ കേരളത്തിലെ കേരളത്തിൽ ഇപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മളൊക്കെ പഠിക്കുമ്പോൾ ശ്രീകണ്ഠ 90% മാർക്കുണ്ടെങ്കിൽ പോലും അഡ്മിഷൻ കിട്ടാത്ത പല കോഴ്സുകളിലും ഇന്ന് ആളില്ല. കോളേജുകളിൽ പഠിക്കാൻ, PG കോഴ്സുകളിൽ പഠിക്കാൻ ആളില്ല. ബ്രെയിനാണ്. കേരളത്തിൽ നിന്ന് വൻതോതിൽ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ മറ്റ് രാജ്യങ്ങളിലേക്ക് പോവുകയാണ്. അപ്പൊ കേരളത്തിൽ യഥാർത്ഥത്തിൽ ഉന്നത വിദ്യാഭ്യാസ രംഗം തകർന്ന് തരിപ്പണമാവുകയാണ്. കേരളം ഏറ്റവും അഭിമാനത്തോടെ ഉയർത്തിപ്പിടിച്ചിരുന്ന 2 രംഗങ്ങൾ, ആരോഗ്യവും വിദ്യാഭ്യാസവും തകരാറിലാവുകയാണ്. വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ചും ഹയർ എഡ്യൂക്കേഷൻ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്താം എന്നതിനെ കുറിച്ചുള്ള ഒരു ഗൗരവമായ പഠനം UDFന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന് മുൻപ്, ഈ പ്രാവശ്യം തെരഞ്ഞെടുപ്പിന് നമ്മൾ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും എന്ന് ജനങ്ങളോട് വ്യക്തമായി പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. ഓരോ വകുപ്പിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരോടും ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ മാത്രം പറയും. ഈ ആളുകളുടെ വിശ്വാസ്യതയാണ് ഏറ്റവും പ്രധാനം. നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നവരാണ് എന്നുള്ള വിശ്വാസ്യതയാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് ചെയ്യുന്ന ഓരോ വിഷയത്തെക്കുറിച്ചും ഓരോ വകുപ്പുകളെക്കുറിച്ചും കൃത്യമായ പഠനം നടത്തി ഗവൺമെന്റ് ചെയ്തിട്ടുള്ള തെറ്റുകൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച് അത് പരിഹരിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടുള്ള ഏറ്റവും ഒരു പുതിയ രീതിയായിരിക്കും ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ UDF കൈക്കൊള്ളുന്നത്.